യുകെൻ എഡ്യൂസോൺ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. LPS, UPS, കേഡറ്റ് മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം വില്യം വുഡാണ്. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ് വെർത്തീമർ. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മാക്സ് വെർത്തീമർ. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം JB വാട്സൺ. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം JB വാട്സൺ. മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ്. വ്യാവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവാണ് ആര്? JB വാട്സൺ. ഇത് പലപ്പോഴും ചോദ്യം വരുന്നത് ഓപ്ഷനകത്തുണ്ടാകും. അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ളത്. ഇനി ക്ലിനിക്കൽ രീതി ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ലൈറ്റ്നർ വിറ്റ്മർ. ലൈറ്റ്നർ വിറ്റ്മറാണ് ക്ലിനിക്കൽ രീതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, സംഘബന്ധങ്ങളുടെ കാലം എന്നുകൂടി അറിയപ്പെടുന്ന കാലം ഏതാണ്? സംഘബന്ധങ്ങളുടെ കാലം എന്നുകൂടി അറിയപ്പെടുന്ന വികസന ഘട്ടങ്ങളിൽ വരുന്ന ഏത് കാലമാണ് ഗാങ് ഏജ് എന്നുകൂടി അറിയപ്പെടുന്നത്? ഉത്തരം പിൽക്കാല ബാല്യമാണ്. ഉത്തരം എന്താണ്? പിൽക്കാല ബാല്യമാണ്. ടെമ്പററി ഇൻസാനിറ്റി അഥവാ ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്നറിയപ്പെടുന്ന വികസന കാലം ഏതാണ്? കൗമാരമാണ്. കൗമാരമാണ്. ഇനി പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെയുള്ള വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ആരുടെ സംഭാവനയാണ്? ജെറോമസ് ബ്രോണറുടെയാണ്. ജെറോമസ് ബ്രോണറുടെ സംഭാവനയാണ്. അടുത്ത ചോദ്യം, ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന കൃതി ആരുടെയാണ്? ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന കൃതി ആരുടെയാണ്? ഉത്തരം കോൾബർഗാണ്. ഉത്തരം എന്താണ്? കോൾബർഗാണ്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണതഫലത്തിൻ്റെ വിനയനം ഉൾപ്പെട്ട ഘട്ടം ഏതാണ്? റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണതഫലത്തിൻ്റെ വിനയനം ഉൾപ്പെട്ട പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങളിലെ ഏത് ഘട്ടമാണ്? ഉത്തരം അനോമി. അനോമി പ്രായത്തിലാണ് 5 വയസ്സ് വരെ, 0 to 5. ആധുനിക ഭാഷാ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? നോം ചോംസ്കിയാണ്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വച്ചത് ആര് തന്നെയാണ്? നോം ചോംസ്കിയാണ്. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗിൽഫോർഡാണ്. ഗിൽഫോർഡ്. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് എന്ന് പറഞ്ഞ ഭാഷാ ശാസ്ത്രജ്ഞൻ ആരാണ്? നോം ചോംസ്കിയാണ്. നോം ചോംസ്കിയാണ്. ഒരേ നിരക്കിലുള്ള പഠന പുരോഗതിയെ സൂചിപ്പിക്കുന്ന പഠനവക്രം ഏതാണ്? ഋജുരേഖാവക്രം. ഇതാണ് ഋജുരേഖാവക്രം. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ട നിർവചനം ആരുടെയാണ്? ഗേറ്റ്സിൻ്റെയാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തം എന്താണ്? സംബന്ധ സിദ്ധാന്തം. സംബന്ധ സിദ്ധാന്തം. ശ്രമപരാജയ സിദ്ധാന്തം ആരുടെയാണ്? എഡ്വേർഡ് തൊണ്ടേക്കിൻ്റെയാണ്. ശ്രമപരാജയ സിദ്ധാന്തം. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്കിന്നറാണ്. പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്കിന്നറാണ്. ക്ഷേത്ര സിദ്ധാന്തം ആരുടെയാണ്? ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്